പക്ഷേ നമസ്കാരം. നമസ്കാരം. അമിത്ഷാ ലോക്സഭയിൽ വെച്ച് അംബേദ്കറെ അപമാനിച്ചു എന്നാണ് കോൺഗ്രസ് പറയുന്നത്. രാജ്യവ്യാപക പ്രതിഷേധത്തിനും കോൺഗ്രസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അമിത്ഷാ ഈ പറയുന്ന അംബേദ്കറെ അപമാനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താണ് ആ പ്രശ്നം? പ്രശ്നം എന്തായാലും അമിത്ഷാ പറഞ്ഞതിനെ ചൊല്ലി പ്രതിപക്ഷ പ്രതിഷേധം വളരെ ശക്തമായിട്ട് നടക്കുന്നുണ്ട്. ഉം. ഇരുസഭകളും സ്തംഭിച്ചു. ഉം. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അമിത്ഷാ അത്ര വലിയ പ്രശ്നം അല്ലെങ്കിൽ കുറ്റം ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണക്കിലെടുക്കേണ്ടത് ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥയാണ്. കോൺഗ്രസ് ഒരു വൻ പ്രതിസന്ധിയിലാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളോടൊക്കെ ഇത്രയും റിയാക്ട് ചെയ്യാനുള്ള ഒരു കാരണം അതാണ്. കോൺഗ്രസ് വൻ പ്രതിസന്ധിയിൽ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ശത്രു ആരാണെന്നുള്ളതാണ് പ്രശ്നം. BJP ആണോ ഈ ഇന്ത്യ മുന്നണിയാണോ എന്നുള്ളതാണ് പ്രശ്നം. കാരണം ഇന്ത്യ മുന്നണിയിൽ രാഹുൽ ഗാന്ധിയെ എടുത്ത് കൊടയാണ്. അത് മമതാ ബാനർജി തുടങ്ങി, അവരുടെ പാർട്ടി തുടങ്ങി. അത് കഴിഞ്ഞ് ലാലു പ്രസാദ് യാദവ് വന്നപ്പോൾ അവരും കൂടി. അത് കഴിഞ്ഞ് പവാർ വന്നപ്പോൾ അദ്ദേഹവും കൂടി. പിന്നെ ഉദ്ധവ് വന്നപ്പോൾ അദ്ദേഹവും കൂടി. ഇങ്ങനെ എല്ലാവരും കൂടി രാഹുൽ ഗാന്ധിനെ മാറ്റണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു വലിയ പ്രശ്നം ഇന്ത്യ മുന്നണിയിൽ ഉണ്ട്. അപ്പോൾ BJP കൊണ്ടുള്ള പ്രശ്നത്തേക്കാൾ കൂടുതൽ ഇപ്പം അദ്ദേഹത്തിന് ഇന്ത്യ മുന്നണിയുടെ പ്രശ്നമാണ്. പിന്നെ ആ ഇന്ത്യ മുന്നണിയിൽ ഒരു നേതാവ് മാത്രമേ അങ്ങനെ രാഹുൽ ഗാന്ധിനെ എടുത്ത് കുടയാത്തതുള്ളൂ. അത് SP, അതായത് നമ്മുടെ അഖിലേഷ് യാദവ്, സമാജ്വാദി പാർട്ടി SP. അപ്പോൾ അഖിലേഷ് യാദവ് നേരിട്ടങ്ങ് കൊട്ടുന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള അണികളെ കൊണ്ട് നന്നായിട്ട് കൊട്ടുകൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തൊരവസ്ഥയാണ്. അതാണ് ഒരു പ്രശ്നം. പിന്നെ BJPയുടെ അടുത്ത് നിന്ന് സ്ഥിരമായിട്ടുള്ള കൊട്ടുകളുണ്ടല്ലോ, അത് ഇഷ്ടം പോലെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല പ്രശ്നമുണ്ട്. അവർ പറയുന്നത് BJP ഈ പ്രത്യേകിച്ച് അംബേദ്കറിൻ്റെ പ്രശ്നത്തിൽ എപ്പോഴും കോൺഗ്രസിനെ ആക്രമിക്കാറുണ്ട്. അവർ പറയുന്നത് അംബേദ്കറിനെ 2 പ്രാവശ്യം കോൺഗ്രസ് തോൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മോഡി പലപ്പോഴും പറയുന്ന ഒരു കാര്യം, 2 പ്രാവശ്യം തോൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ സെൻട്രൽ ഹാളിൽ അംബേദ്കറിൻ്റെ ഛായാചിത്രം വയ്ക്കാനായിട്ട് അവർ സമ്മതിച്ചിരുന്നില്ല, അവർ വെച്ചില്ല, അതാണ് അവസ്ഥ. പിന്നെ ഭാരത് രത്ന കൊടുത്തില്ല. പിന്നെ ഈ SC ST കൂട്ടക്കൊല ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ഭരണകാലത്താണ് എന്നൊക്കെ പറഞ്ഞ ഈ SC STയുടെ ശത്രുക്കളെ പോലെ കോൺഗ്രസിനെ ചിത്രീകരിക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പോഴാണ് ഈ കച്ചിത്തുരുമ്പ് വീണ് കിട്ടിയത്. അത് ആകുന്നത്ര ഉപയോഗപ്പെടുത്താനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. വാസ്തവത്തിൽ അമിത്ഷാ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അംബേദ്കർ എന്നുള്ളത് ഇങ്ങനെ നാഭം ജപിക്കുന്നത് പോലെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാഷനായിട്ട് മാറിയിരിക്കുകയാണ്. വാസ്തവത്തിൽ ഈ ഫാഷനബിൾ ട്രെൻഡ് മാറ്റി നിർത്തിയിട്ട് ദൈവനാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അംബേദ്കർ എന്നുള്ള പേരിന് പകരം ദൈവനാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതുവഴി 7 ജന്മത്തിലും സ്വർഗം ഉറപ്പാക്കാം. ഇതിങ്ങനെ ഇത്രയും ആവർത്തിക്കുകയാണെങ്കിൽ എന്നാണ് അത് പറഞ്ഞത്. അപ്പം അതിലത്ര വലിയ ഒബ്സീനായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ സാഹചര്യത്തിൽ ഇത് കടിച്ചു തൂങ്ങാതെ പറ്റില്ല, വേറെ കച്ചിത്തുരുമ്പൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പ്രതിപക്ഷ പ്രതിഷേധം വളരെ ശക്തമായിട്ടുണ്ട്. ഈ ഇരുസഭകളും സ്തംഭിച്ചു. പിന്നെ ഭരണഘടനയുടെ 75-ാം വാർഷികത്തിൽ പ്രിയങ്ക രാഹുൽ നേതൃത്വത്തിൽ പാർലമെൻറ്റ് വളയുകയും പാർലമെൻറ്റ് വളപ്പിൽ ഈ അംബേദ്കറുടെ ചിത്രങ്ങളൊക്കെ പിടിച്ച് ഭയങ്കര പ്രകടനങ്ങളും ഒച്ചപ്പാടും ബഹളവും പ്രസംഗവും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവർ കോൺഗ്രസ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഈ അമിത്ഷായുടെ ഈ ഒഫൻസീവായിട്ടുള്ള പ്രസംഗത്തിനെതിരെ ചർച്ച വേണം. മാത്രമല്ല അമിത്ഷാ മാപ്പ് പറയണം. മാത്രമല്ല അമിത്ഷാ രാജിവെക്കണം. ഇങ്ങനെ പല ഡിമാൻഡ്സാണ് ഇപ്പോൾ കോൺഗ്രസ് റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരും കൂടി കോൺഗ്രസിൻ്റെ കൂടെ കൂടുന്നുണ്ട്. എന്തായാലും ഒരു കാര്യമുണ്ട്, ഈ അംബേദ്കർ പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ എപ്പോഴും BJPക്കായിരുന്നു മുൻതൂക്കം. പക്ഷെ തൽക്കാലത്തേക്ക് ആ മുൻതൂക്കം അമിത്ഷായുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലാതെയാക്കി. കാരണം അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒച്ചപ്പാടുണ്ടാക്കാൻ ഒരു സാഹചര്യം അമിത്ഷായുടെ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുവന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. പിന്നെ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, അമിത്ഷായെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മോഡി തന്നെ മുന്നിട്ടിറങ്ങി. പിന്നെ അമിത്ഷാ പ്രസ്സിനെ മീറ്റ് ചെയ്തായിരുന്നു. പ്രസ് മീറ്റിങ്ങിൽ അദ്ദേഹത്തോടൊപ്പം മന്ത്രിമാർ പലരും ഉണ്ടായിരുന്നു. കിരൺ റിജിജു ഉണ്ടായിരുന്നു, JP നദ്ദ ഉണ്ടായിരുന്നു, അശ്വിനി വൈഷ്ണവ് ഉണ്ടായിരുന്നു, പീയൂഷ് ഗോയൽ. ഇങ്ങനൊരു VIPസിൻ്റെ ഒരു നിര തന്നെയാണ് ഈ പ്രസ് മീറ്റിന് വന്നിരുന്നത്. എന്നിട്ട് ഈ അംബേദ്കർ പ്രശ്നത്തിൽ കാര്യങ്ങൾ, പോയിന്റുകളൊക്കെ ക്ലാരിഫൈ ചെയ്യും ഒക്കെ ചെയ്തത്. ഇത്രയും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ നേതാക്കന്മാരുടെ ഒരു നിര തന്നെ അതിന് അണിനിരന്നു. കൂടാതെ മോഡിയാണെങ്കിൽ മോഡിയുടേതായ സ്റ്റൈലിൽ അദ്ദേഹം അമിത്ഷായെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. അതാണ് ഇപ്പോൾ എത്തി നിൽക്കുന്ന അവസ്ഥ. അല്ല, യഥാർത്ഥത്തിൽ ഇങ്ങനെ പറയുമ്പോഴും, അതായത് അമിത്ഷാ വലിയ രീതിയിൽ അംബേദ്കറെ അപമാനിച്ചു എന്നൊക്കെ പറയുമ്പോൾ
യഥാർത്ഥത്തിൽ BJP പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് SC/ST വിഭാഗങ്ങളെ ഏറ്റവും കൂടുതൽ കൊല ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ അവർ ആക്രമിക്കപ്പെട്ടത് ഈ കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന കാലഘട്ടത്തിലാണ്. അതായത് അംബേദ്കർ വിഭാവനം ചെയ്ത ഒരു രാഷ്ട്രമുണ്ട്. ഈ പറയുന്ന പിന്നെ ആദിവാസികളുടെയും SC/STകളുടെയും താഴ്ന്ന ജാതി എന്ന് പറയുന്ന ആളുകളുടെയും ഉന്നമനം ആണ് ലക്ഷ്യം വെച്ചത്. പക്ഷേ അവരെയൊക്കെ നിഷ്കരുണം ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്ന ഒരു ഗവൺമെന്റ് ഭരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെ അവർ തന്നെയാണ് ഇപ്പോൾ അംബേദ്കറിന്റെ സംരക്ഷകരായിട്ട് ചമഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമിത്ഷാ ഒരു ചെറിയൊരു കാര്യം ഇങ്ങനെ ലളിതമായി ഒരു ഉപമ പറഞ്ഞു. ആ ഉപമയെ പിടിച്ച് തൂങ്ങുകയാണ്. യഥാർത്ഥത്തിൽ ഇവർക്ക് അംബേദ്കറിനോടുള്ള സ്നേഹം കൊണ്ടാണോ ഇത് സംഭവിക്കുന്നത്? അംബേദ്കറിനോടുള്ള സ്നേഹം കൊണ്ടാവണമെന്നില്ല. പക്ഷേ ഈ ഒരു ലെഫ്റ്റ് ജിഹാദി എലമെന്റ് ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ അപ്പർ കാസ്റ്റ് ലോവർ കാസ്റ്റിനെ ആക്രമിക്കുന്നു എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിച്ചു കഴിഞ്ഞാൽ, ഒരു സ്പ്ലിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു സ്പ്ലിറ്റിനെ കൂടെ നിർത്താനായിട്ടാണ് ലെഫ്റ്റ് ജിഹാദി ഫോഴ്സസ് ശ്രമിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് വേണം ഇതിനെ കാണാനായിട്ട്. നിങ്ങൾക്ക് ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ട്രൈബ് എന്ന് പറയുന്ന വിഭാഗത്തിന് BJP-യിൽ നിന്ന് യാതൊരു സപ്പോർട്ടും കിട്ടുന്നില്ല, ഞങ്ങളാണ് നിങ്ങളെ സംരക്ഷിക്കുന്നത് എന്ന് ഒരു സന്ദേശം കൊടുക്കുക, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുക. അതാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ജാർഖണ്ഡിലൊക്കെ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്തും അങ്ങനെ തന്നെയാണ്. അതായത് ഈ ട്രൈബൽ മേഖലകളിലേക്ക് കൂടുതൽ BJP കടന്നു കയറുന്നുണ്ടോ എന്നുള്ളൊരു സംശയമൊക്കെ ഇവർക്കുണ്ട്. ഈ SC/ST വോട്ട് ബാങ്ക് പണ്ടത്തെ പോലെ അങ്ങനെ അവരെ പറഞ്ഞു പറ്റിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നവും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ പരിഗണിച്ചുകൊണ്ട് ഈ ഒരു കിട്ടിയ വിഷയത്തിൻ്റെ മുകളിൽ കടിച്ചു തൂങ്ങി എങ്ങനെയെങ്കിലും ഒന്ന് തൽക്കാലം പിടിച്ചു നിൽക്കുക എന്നുള്ളതായിരിക്കാം അല്ലേ? തൽക്കാലം തൂങ്ങാനുള്ള ഒരു കച്ചിത്തുരുമ്പ് എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ BJP കൊണ്ടുള്ള പ്രശ്നം എന്തെങ്കിലുമൊക്കെ അത് പിന്നെ ദേ ആർ റിക്കൺസൈൽഡ് ടു ദാറ്റ്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസിന് ഉള്ളത് ഇന്ത്യ മുന്നണിയിൽ നിന്നാണ്. രാഹുൽ ഗാന്ധിനെ എടുത്ത് മാറ്റി വയ്ക്കാനാണ് അവർ പറയുന്നത്. അപ്പോൾ അത് ഒരിക്കലും കോൺഗ്രസിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ പ്രശ്നവും BJP കൊണ്ടുള്ള പ്രശ്നം, എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരമായിട്ട് ഇപ്പൊ കണ്ടെത്തിയത് ഈ അംബേദ്കറിനെ പറ്റി എന്തോ പറഞ്ഞെന്നുള്ളതാണ്. പറഞ്ഞതിൽ അത്ര വലിയ പ്രശ്നം ഉണ്ടോന്നൊന്നും അറിയില്ല. പക്ഷെ കിട്ടിയ ചാൻസ്, കിട്ടിയത് വീണോടത്ത് വീണ വായിക്കുക എന്ന് പറഞ്ഞ പോലെ ഈ കിട്ടിയ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്താനായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഇന്ത്യ മുന്നണി, അതായത് ഇന്ത്യ മുന്നണിക്കകത്ത് യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയെ നയിക്കാനുള്ളൊരു ശേഷി കോൺഗ്രസിന് ഇല്ല എന്ന് തന്നെ അവർ മനസ്സിലാക്കിയില്ല. കോൺഗ്രസിന് ഇല്ല, അതായത് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്ക് അതില്ല എന്നുള്ള തോതിലാണ് ഇവരെല്ലാവരും പറഞ്ഞേക്കാണല്ലോ. മമതാ ബാനർജി, ലാലു, പവാർ, ഉദ്ധവ്, പിന്നെ SP അവരുടെ അണികളിലൂടെ അവരെല്ലാവരും പറയുന്നത് രാഹുൽ ഗാന്ധി മാറണമെന്നാണ്. അപ്പോൾ സ്വന്തം മുന്നണിയിൽ നിന്ന് ഇത് ഡിമാൻഡ് വന്നാൽ എന്ത് ചെയ്യും? ആ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കാണുന്നത്. അത് പല രീതിയിൽ പുറത്തേക്ക് വരുന്നു. അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി. തീർച്ചയായും.